നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. ഇതിൻ്റെ വഴുതനങ്ങ കൂട്ടാനാണ് ഏറ്റവും രുചിയുണ്ട്. പ്രൈസ് ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ആരെയെങ്കിലുമൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു വഴുതനങ്ങായും മീനും കൂടെ വെച്ചുള്ളൊരു കറിയാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊക്കെ നോക്കാം. അതിന് വേണ്ട സാധനങ്ങളും എന്തെന്നും നോക്കാം. ഇവിടെ ഞാനത് കുറച്ച് മീൻ, ഇത് ബാസ് മീനാണ്, നല്ല ഫ്രഷ് മീനാണ്. ഇത് റെഡ് സ്നാപ്പർ വെച്ചോ അതിൽ വലിയ നെമ്മീൻ പോലെയുള്ളത് കൊണ്ടൊക്കെ വെക്കുന്നതിലും നല്ല ഇതുപോലുള്ള മീനുകൾ കൊണ്ട് വെക്കുന്നതാണ്. ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന ലോങ് ആയിട്ടുള്ള പർപ്പിൾ വഴുതനങ്ങ വെച്ച് ഉണ്ടാക്കാറുള്ളത്. ഇതിപ്പോൾ ഇന്ന് കടയിൽ പോയപ്പോൾ ഇങ്ങനത്തെ ഈ വഴുതനങ്ങ കണ്ടപ്പോൾ അതെടുത്ത് വെച്ചതാണ്. ഇതിനകത്തേക്ക് കുറച്ച് സവാള വേണം, കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഞാൻ കുറച്ച് ടൊമാറ്റോ പ്യൂരി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് വേവിച്ചിട്ട് പ്യൂരി മൈക്രോവേവിൽ വെച്ച് വേവിച്ചിട്ട് അങ്ങ് പ്യൂരി ചെയ്ത് വെച്ചതാണ്. പിന്നെ കുറച്ച് വാളംപുള്ളിയുടെ ജ്യൂസും. നമുക്കിത് ഉണ്ടാക്കാം. ഇവിടെ ഞാനൊരു പാൻ അടുപ്പേ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി അതിലേക്ക് ഒരല്പം ഉലുവ ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ അല്പം കടുക്, വളരെ കുറച്ച് മാത്രം ജീരകം, ഇപ്പോൾ കടുക് ഉലുവ എല്ലാം പൊട്ടി. ഇനി അതിലേക്ക് ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില അതിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതൊന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ ഉള്ളിയൊക്കെ ലൈറ്റായിട്ട് ഗോൾഡൻ ആയിട്ടുണ്ട്. ഇനി ഞാൻ തിരി താത്തി വെച്ചിട്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതോടൊപ്പം കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാശ്മീരി ചില്ലി, ഇത് ജീരകത്തിൻ്റെ പൊടി, അത്ര ഇട്ട് കൊടുത്തൊന്ന് ഇളക്കാം. നല്ലപോലെ ഒന്ന് പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് ടൊമാറ്റോ പ്യൂരി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് പ്യൂരിയാക്കി വെച്ചിരിക്കുന്ന ഒഴിച്ച് കൊടുക്കാം. ഇനി തീ കൂട്ടി ഒന്ന് വെച്ചിട്ട് ടൊമാറ്റോ ഒന്ന് പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നിടം വരെ അത് ഒന്ന് തീയിലിരിക്കട്ടെ. ഇപ്പോൾ ഇത് അതിൻ്റെ ടൊമാറ്റോയുടെ വെള്ളമൊക്കെ പറ്റി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് അല്പം തിളച്ച വെള്ളം ഒഴിക്കുന്നത്. ആ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇനി അതിനകത്തേക്ക് ആവശ്യത്തിന് നമുക്ക് പുളി നോക്കിയിട്ട്, ഈ വാളംപുളി ഞാനിവിടെ ജ്യൂസാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പം അത് അല്പം പുളി നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം. പുളി എരിവൊക്കെ എല്ലാവരും ഓരോരുടെ ആവശ്യത്തിന് ഇടുക. ഇപ്പം പുളി പാകമായി. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന വഴുതനങ്ങ ഞാനിങ്ങനെ നീളത്തിൽ ഇങ്ങനെ കീറുകയാണ് ചെയ്തത്. അപ്പം അതങ്ങ് ഇട്ട് കൊടുക്കാം.
ഇപ്പോൾ വഴുതനങ്ങ എല്ലാം ഇട്ടു. ഇനി ഒരു അല്പം തീ കുറച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് അല്പസമയം ഒന്ന് വഴുതനങ്ങ ഒന്ന് വേഗട്ടെ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ അടുപ്പയിലിരുന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരട്ടെ. ആ സമയത്ത് നമ്മുടെ ആത്മീയ ഭക്ഷണമായ അന്നത്തെ ദൈവവചനം കൂടെ ഒന്ന് ചിന്തിക്കാം. സദൃശ്യവാക്യം 18:4 ഇപ്രകാരം പറയുന്നു: മനുഷ്യൻ്റെ വായിലെ വാക്ക് ആഴമുള്ള വെള്ളവും ജ്ഞാനത്തിൻ്റെ ഉറവ് ഒഴുക്കുള്ള തോടുമാകുന്നു. ഒരു വ്യക്തിയുടെ പാപം നിറഞ്ഞ ഹൃദയത്തിനകത്തുള്ള നിഗൂഢത ഒരു മനുഷ്യനും മനസ്സിലാവുകയില്ല. എന്നാൽ ഒരു ദൈവിക ജ്ഞാനമുള്ള വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്ന് ആ ജീവൻ്റെ ചൈതന്യം പുറപ്പെടുകയും അത് വലിയൊരു നീറുറവയായിട്ട് ഒഴുകി ചെല്ലുകയും അത് ചെല്ലുന്നിടത്തൊക്കെയും ചലിക്കുന്ന വലിയ ജീവനുണ്ട് ആ അനുഭവം പ്രാപിക്കുകയും ചെയ്യും. നമുക്കും അതേപോലെ ജീവൻ്റെ അനുഭവത്തിൽ നടക്കണം. കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ആ ജ്ഞാനവും പരിജ്ഞാനവും ലഭിച്ച് ജീവൻ്റെ നിറവിൽ എല്ലാവരും ആയിത്തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ അവരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഇതൊരു 5-8 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വഴുതനങ്ങ ഒരുവിധമൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തേക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീൻ ഒത്തിരി സമയം വേഗണ്ടല്ലോ, അതുകൊണ്ടാണ് വഴുതനങ്ങ ഒന്നങ്ങ് വെന്തിട്ടിടാന്ന് വെച്ചത്. ഇതിനു മുമ്പ് വീഡിയോയിലുണ്ടായിരുന്ന എൻ്റെ ഒരു ഫ്രണ്ട്, സൗത്ത് ആഫ്രിക്കൻ ഫ്രണ്ട്, റൂബി ആൻറ്റിയുടെ റെസിപ്പിയാണ്. റൂബി ആൻറ്റി ഇങ്ങനെ ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഞാൻ ഇടയ്ക്ക് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇനി മീനും ഇട്ട് കൊടുത്ത് ഇതെല്ലാം ഒന്ന് കുറച്ച് സമയം ഇരുന്നാൽ അത് മീൻ പെട്ടെന്ന് വേവുമല്ലോ. അപ്പോൾ ചാറൊക്കെ ഒന്ന് മേളിലേക്കാക്കി വീണ്ടും അങ്ങ് അടച്ചു വയ്ക്കാം. ഇപ്പം നമുക്ക് മീനും എല്ലാം വെന്ത് പാകമായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 2-3 പച്ചമുളക് കീറിയതും കൂടെ ഉണ്ട്, അതും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കത് ഓഫ് ചെയ്യാം. അവസാനം ഇച്ചിരി പച്ചമുളക് ഇടുമ്പോൾ അതിന് വേറെ നല്ല ടേസ്റ്റാണ്. അപ്പം ഇനി നമുക്ക് പാത്രത്തിലേക്ക് പകർന്നൊക്കെ എടുക്കാം. ഇത് നമുക്ക് ചോറിന് നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ്. ഇതിൻ്റെ വഴുതനങ്ങ കൂട്ടാനാണ് ഏറ്റവും രുചിയുണ്ട്. ഇത് ഞങ്ങൾക്ക് ഇവിടെ ചോറിന് കഴിക്കാം. ഇപ്പം നല്ല ഫിഷും വഴുതനങ്ങയും ആയിട്ടുള്ള നല്ലൊരു കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കുക. നമ്മൾ കേരളീയർ സാധാരണ ഇങ്ങനെ വഴുതനങ്ങ ഇട്ട് ഉണ്ടാക്കാറില്ല, എന്നാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീണ്ടും അടുത്ത ആഴ്ച കണ്ടുമുട്ടും വരെയും കർത്താവിൻ്റെ നിസ്സാരമറിയ ചെറുകിനടിയിൽ നമ്മെ ഏവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി.